പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 ശമൂവേൽ 1 അധ്യായം അതിൻ്റെ 11 വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഹന്നായുടെ കാര്യം. ഇത് ഹന്ന വളരെ കരഞ്ഞ ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ച ഒരു ഡെസ്പറേറ്റ് പ്രേയർ. യഹൂദ കസ്റ്റം അനുസരിച്ച് ഒരു കുഞ്ഞില്ല എങ്കിൽ അത് വളരെ മാനക്കെടുത്തുന്നൊരു വിഷയമാണ്. അവളുടെ ഗ്രേറ്റസ്റ്റ് ഡിസയർ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു കുഞ്ഞിനെ വേണം. തന്നെയുമല്ല, കാര്യം ഒന്നുകൂടെ വേഴ്സ് ആകത്തക്കവണ്ണം എൽക്കാനായ്ക്ക് ഒരു സെക്കൻഡ് വൈഫ് ഉണ്ടായിരുന്നു, പെനീന. അവൾക്ക് മക്കളും ഉണ്ടായിരുന്നു. മക്കൾ അതും അവളെ ട്രബിൾ ചെയ്യുമായിരുന്നു. പക്ഷെ ബൈബിളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. കുഞ്ഞ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് വളരെ ഡെസ്പറേറ്റായിട്ട് ആവശ്യമുള്ളൊരു സംഗതി, പക്ഷേ നിനക്കത് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടോ? അത് നിൻ്റെ ടൈം ലൈനിലോ നിൻ്റെ ഷെഡ്യൂളിലോ അത് നിവർത്തിച്ചെടുക്കാൻ പറ്റാതെ നിനക്കായിരിക്കുകയാണോ? ഹന്നായുടെ റിയാലിറ്റി അതായിരുന്നു. ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനായിരുന്നു. അവളുടെ ആ കമ്മ്യൂണിറ്റിയിൽ, ആ സൊസൈറ്റിയിൽ കിഡ്സ്, കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരെ വളരെ ഡിസ്ഗ്രേസ്ഫുള്ളായിട്ടാണ് ജനം കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടി അവൾ വളരെ മനോവ്യസനത്തോടെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചത്. അവിടെ അവൾ പറയുക, റിമെമ്പർ മീ പ്രയർ, അത് എന്നെ ഓർക്കണമെന്ന് പറയുക. പ്രൈസ് ഗോഡ്. അടിയനെ ഓർക്കണം, അടിയനെ മറക്കാതെ നൽകണമെന്ന് അവൾ പറയുക. റിമെമ്പർ മീ പ്രയർ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു. തന്നെയുമല്ല, അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കുമെന്നും പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഈ ഒരു സറണ്ടർ, ഈ ഒരു സമർപ്പണം അവൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തെ പ്രോംപ്റ്റ് ചെയ്തു, അല്ലേ? ഇതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയം കുഞ്ഞെ നിനക്കുണ്ടോ? നിൻ്റെ ആവശ്യം നീ കരഞ്ഞ് ദൈവത്തോട് അറിയിക്കുക. നിൻ്റെ കൈ അവൻ്റെ സന്നിധിയിൽ മലത്തി വെക്ക്. നിൻ്റെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കുക. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്തു തരുവാൻ കഴിയുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്നേ. അവന് സ്വർഗത്തിലെ ദൈവം ഹന്നായ്ക്ക് കൊടുത്തത് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു എന്നല്ല, ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെയാണ് കൊടുത്തത്. തന്നെയുമല്ല, ചോദിച്ചതിൽ കൂടുതൽ കൊടുത്തു. അവൾ പിന്നീട് ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അതായത് 5 കുഞ്ഞുങ്ങളെ കൂടെ കൂടുതൽ കൊടുത്തു, ബോണസ് കൊടുത്തെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് 1 ശമൂവേൽ 2 അധ്യായത്തിൽ പ്രൈസ് ഗോഡ്, റിമെമ്പർ മീ പ്രയർ ആയിരുന്നു. നിങ്ങൾ 1 അധ്യായത്തിൽ 2 അധ്യായത്തിൽ പ്രയർ ഓഫ് പ്രൈസാണ് കാണുന്നത്. അല്പസമയം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ കുഞ്ഞെ? ഇമ്പോസിബിളായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ കൂടെ പോയാൽ എന്താ കുഞ്ഞെ? നിനക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ഒരു ദൈവമില്ലേ? പ്രൈസ് ഗോഡ്. നിൻ്റെ ഡിസയർ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ദൈവമില്ലേ? പ്രൈസ് ഗോഡ്. നിൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഈ നല്ല ദൈവം നമ്മളെ സഹായിപ്പാൻ സന്നദ്ധനായൊരു ദൈവമാണ്. ഹല്ലേലൂയ. അനേക ശത്രുക്കൾ എപ്പോഴും ദൈവജനത്തിൻ്റെ നേരെ എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും യുദ്ധം ദൈവജനത്തിന് ഉണ്ടെന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ ശത്രു ജയിക്കുകയും കൂടെ ചെയ്താൽ എന്തുവാ? പ്രൈസ് ഗോഡ്. നമ്മൾ തന്നെ ചോദിക്കും,
എന്തുകൊണ്ടാണ് ദൈവം ശത്രുവിന് ജയം കൊടുക്കുന്നതെന്ന് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ശിംശോൻ്റെ കാര്യം കാണുന്നുണ്ട്. അവന് നീണ്ട മുടിയായിരുന്നു, വളരെ ശക്തിയുള്ളവനായിരുന്നു. ദൈവം അവനിതെല്ലാം കൊടുത്തത്. പ്രൈസ് ഗോഡ്. പക്ഷേ ദലീലായുടെ മടിയിൽ തലവെച്ച് തൻ്റെ കൃപ ചോർത്തിക്കളഞ്ഞൊരു വ്യക്തിയായിരുന്നു ശിംശോൻ. അവനൊരു നാസറായിരുന്നു. ജനനം മുതലേ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, ഇസ്രായേലിനെ വിടുവിക്കപ്പെടുത്തേണ്ടവൻ, വിടുതലിലേക്ക് നയിക്കേണ്ടവൻ. ദൈവം ഡെലിവറൻസ് ഓഫ് ഇസ്രായേൽ ഫെലിസ്തീനിൽ നിന്ന് പ്രാപിച്ചെടുക്കത്തക്കവണ്ണം എക്വിപ്പ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. 40 വർഷക്കാലം ഇസ്രായേൽ മക്കളെ ഈ ഫിലിസ്തീർ പീഡിപ്പിച്ചു. ദൈവം കൊടുത്ത ശക്തി ഉപയോഗിച്ച് അവൻ അനേക ജയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നേടി. പക്ഷേ അവൻ്റെ ജഡാഭിലാഷത്തെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പല പ്രാവശ്യം അവൻ സൗന്ദര്യമുള്ള യുവതികളെ കണ്ടു, അവരുടെ പുറകെ പോയി. പ്രൈസ് ഗോഡ്. എന്നാൽ മനസ്സിലാക്കണം, ദലീല വാസ്തവമായി അവനൊരു ശത്രുവായിരുന്നു. ദലീലായുമായിട്ടുള്ള അവൻ്റെ ലവ് അഫെയർ നിമിത്തം ശത്രു അവനെ പിടിച്ചു. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, അവൻ്റെ കണ്ണ് ഒക്കെ കുത്തി പൊട്ടിച്ച് ഹല്ലേലൂയ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോയി. ശിംശോനെ അവിടെ കളിപ്പാൻ കൊണ്ടുചെന്ന്, കാരാഗൃഹത്തിൽ നിന്ന് അവിടെ കൊണ്ടുചെന്ന് ശിംശോൻ അവരുടെ മുമ്പിൽ കളിക്കേണ്ടി വന്നു. തൂണുകളുടെ ഇടയിൽ തന്നെ നിർത്തി. എന്നാൽ ഈ ശിംശോന് കണ്ണ് കാണാൻ മേല, കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ടിരിക്കുക. പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് 3000 പേര് ആ മാളികയിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ശിംശോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലാണ് കാണുന്നത്. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കേണമേ. കണ്ടോ, ഓർക്കേണമേ, റിമെമ്പർ മീ ഗോഡ്. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് എന്നെ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും, ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. എന്നിട്ട് ശിംശോൻ പറയാം, ഞാൻ ഫെലിസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞുകൊണ്ട് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ഒരു സമയം കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം കേട്ടു. പ്രൈസ് ഗോഡ്. നാം സേവിക്കുന്ന ദൈവം, ഹീ ഈസ് എ സോവറിൻ ലോർഡ് അല്ലേ. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. ശിംശോനൊരു എക്സ്ട്രാ ഓർഡിനറി ശക്തി ദൈവം കൊടുത്തു. ആ തൂണുകൾ വലിച്ച് താഴെ വീഴിക്കുവാൻ തക്കവണ്ണം അവിടെ ഉണ്ടായിരുന്ന 3000 ഫെലിസ്ത്യരെ, അവരുടെ ഭരണാധികാരികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ സാംസൺ സാക്രിഫൈസ് ചെയ്തു അവനെ തന്നെ. പക്ഷേ അവൻ ചെയ്തത് ഒരു ധൈര്യമുള്ള പ്രവൃത്തിയായിരുന്നു. അങ്ങനെ ഇസ്രായേലിനെ, ഹല്ലേലൂയ, നമുക്കറിയാം അവിടെ നിന്ന് ഇസ്രായേലിനൊരു വലിയ വിടുതൽ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, നീ ഇപ്പോൾ ഏത് സംഗതിയുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? നിൻ്റെ ആരോഗ്യ വിഷയത്തിലെ ഏതെങ്കിലും കാര്യമാണോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ശിംശോൻ്റെ കഥയിൽ നിന്ന്, ശിംശോൻ്റെ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, കർത്താവെ ഓർക്കണമേ എന്ന് നമ്മുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നാം വിളിച്ചാൽ തീർച്ചയായും ദൈവം ഓർക്കും, ദൈവം കടാക്ഷിക്കും, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, നിന്നെ അവൻ വിടുവിച്ചെടുക്കുകയും ചെയ്യും. ഈ നല്ല ദൈവം ഇത്രത്തോളം നമ്മെ സഹായിപ്പാൻ സന്നദ്ധനാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് സന്തോഷത്തോടെ ക്രിസ്ത്യൻ ജീവിതം കഴിപ്പാൻ തക്കവണ്ണം ദൈവവൈതലെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ കാണുന്ന ദൈവമേ, ശത്രുവിൻ്റെ മേൽ ജയമെടുപ്പാൻ തക്കവണ്ണം
വലിയ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിട്ടുള്ളപ്പോഴും നിൻ്റെ സാന്നിധ്യത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ലോകം, ജഡം, പിശാച് ഇത് ഞങ്ങൾക്ക് എഗൻസ്റ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിംശോനെ പോലെ ലസ്റ്റിൽ വീണു പോകുവാനിടയാകരുതേ. ജഡത്തിൻ്റെ അഭിലാഷത്തെ എല്ലാം ക്രൂശിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിലാഷത്തിന് പ്രാധാന്യം കൊടുത്ത് ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വീണുപോയാലും നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന, ഓർക്കുന്ന, വിടുവിക്കുന്ന, ഉദ്ധരിക്കുന്ന ഒരു വലിയ ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. ആ ദൈവസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.